കൊല്ലത്ത് മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മകൻ പോലീസ് കസ്റ്റഡിയിൽ. തേവലക്കര പടിഞ്ഞാറ്റക്കര വലിയത്ത് വീട്ടിൽ 53 വയസ്സുള്ള കൃഷ്ണകുമാരിക്കാണ് വെട്ടേറ്റത്. മകൻ 33 വയസ്സുള്ള മനുമോനെ തെക്കുംഭാഗം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 10 മണിക്ക് വീട്ടിൽ വച്ചായിരുന്നു സംഭവം. ബഹളം കേട്ട് നാട്ടുകാർ ഓടിച്ചെന്നപ്പോഴാണ് കൃഷ്ണകുമാരിയെ വെട്ടേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഭർത്താവിനെയും സഹോദരനെയും വിവരമറിയിച്ച ശേഷം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൃഷ്ണകുമാരിയുടെ മുഖത്തും കയ്യിലുമാണ് പരിക്കേറ്റത്. മകൻ സ്ഥിരമായി അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ ചേച്ചിയുടെ ബഹളം കേട്ടോണ്ട് ഞങ്ങളവിടെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വലത്തെ കയ്യിലെ നരമ്പ് മൊത്തത്തിൽ വെട്ടി മുറിച്ചു. ഇവിടെ മുഖത്തൊരു 3-4 വെട്ടുണ്ട്. അതിൽ ഒരു വെട്ട് കുറച്ച് ആഴത്തിലായിട്ട് ഉണ്ട്. ബാക്കി കയ്യിലെ വെയിൻ കട്ടായിപ്പോയി. അന്നേരം തന്നെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ക്ലബിൻ്റെ വാർഷികം നടന്നുകൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നായിരുന്നു പിള്ളേർ. അടുത്തൊരു പിള്ളേർ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ അണ്ണൻ വന്ന് വിളിക്കുക. ഞങ്ങളവിടെ ഓടിച്ചെന്നു കയ്യിൽ തുണി വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ന്യൂറോ സർജനുള്ള എവിടെയെങ്കിലും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ CA അറിയിപ്പിച്ചു. പറഞ്ഞു ഭർത്താവ് അന്നേരം വീട്ടിലില്ലായിരുന്നു. ഭർത്താവിനെ വിളിച്ചു വരുത്തിച്ച് പിന്നെ ചേച്ചിയുടെ ആങ്ങളെയും വന്നു. അവർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രാഥമിക ചികിത്സ കൊടുത്തതിന് ശേഷം അവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരും. അപ്പോൾ സ്ഥിരമായിട്ട് പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ഈ ചേച്ചി എന്നല്ല, ഈ ഭർത്താവിനെയും ഇവൻ്റെ അച്ഛനെയും സ്ഥിരമായിട്ട് മൃഗമായിട്ട് മർദ്ദിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3-4 പ്രാവശ്യം സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് വരികയും SI അവരുമായിട്ട് സംസാരിക്കുകയും അന്നേരമൊക്കെ ഓരോ വാണിംഗ് കൊടുത്ത് വിടുവായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൃഷ്ണകുമാരിയുടെ മകന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് വിവരം.